ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിതാ ലുലു മാളിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നമുക്ക് വന്നിട്ട് ഇന്ന് സൺഡേ ആണ്. അപ്പം നമുക്ക് ഒരു 4 ദിവസം ജൂലൈ 4, 5, 6, 7 ആയിട്ട് നമുക്കൊരു ഓഫേഴ്സ് 50% ഓഫർ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പോവാണ്. എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. അവിടെ ഭയങ്കര തിരക്കൊക്കെ ആണോ എന്നൊന്നും അറിയാൻ വയ്യ. സൺഡേ ആണ്. അപ്പോൾ ഇന്നാണ് എനിക്ക് ഫ്രീ ആയിട്ട് ടൈം കിട്ടി. ഞാൻ ഇന്നലെ വൈകിട്ട് പോകണമെന്നും പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ ഗൈസ്, നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ഇപ്പം ഒരു വൈകിട്ടൊരു 4:30 തിരിച്ചെപ്പം വരുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം കുറച്ച് എ സിയും ഒരു എ സിയും ഒരു വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ തുടർച്ചയുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് പോയാലോ. അപ്പോൾ തന്നെ ഞങ്ങൾ ലുലു മാളിലോട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളിതാ ലുലു മാൾ എത്താറായി. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പൊക്കുവാണ്. അവിടെ ഒരു ആക്കുളം കായലെന്ന് പറഞ്ഞിട്ടൊരു കായലുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കാണാനായിട്ട് നല്ല രസമാണ്. ആ വഴി കൂടെ പോകാൻ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് ആ വഴി കൂടെ ഉള്ളത്. നമ്മൾ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ അവിടുത്തെ വ്യൂസും കാര്യങ്ങളും കാണിച്ചിട്ട് അപ്പോൾ ഒടുക്കത്തെ ട്രാഫിക്കും കാര്യങ്ങളുമായിരുന്നു. മിക്കതും ബ്ലോക്കായിട്ട് അവിടെ കിടക്കുവാണ്. ഞങ്ങൾക്ക് വണ്ടി ഇടാനായിട്ട് സ്ഥലമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ തപ്പിപ്പിടിച്ച് ഞങ്ങൾ വണ്ടിയൊക്കെ ഇട്ടു. അതിനുശേഷം നമ്മൾ ലുലു മോളിനകത്ത് കയറി. അപ്പോൾ നേരെ ഞങ്ങൾ ആദ്യം പോയത് കണക്റ്റിലാണ് പോയത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം എ സി മേടിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പോയതാണ്. ഓഫർ ഉണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് റേറ്റ് ആണെങ്കിൽ നല്ലതാണെങ്കിൽ മേടിക്കാമെന്ന് വെച്ചാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് നോക്കിയത് അവിടെയാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫ്രിഡ്ജൊക്കെ ഒടുക്കത്തെ റേറ്റ് ഗൈസ്. പിന്നെ അതിനുശേഷം നമ്മളിതാ എ സിയുടെ സെക്ഷനിൽ വന്നു. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓഫറായിരുന്നു. പിന്നെ ഫ്രിഡ്ജൊക്കെ ഭയങ്കര ഹൈടെക് സാധനങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ഈ പാസ്വേഡൊക്കെ അടിച്ച് ഓപ്പൺ ചെയ്യുക അങ്ങനത്തെ ടൈപ്പ് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ എ സിയുടെ മുന്നിൽ തന്നെ ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. എടുക്കണോ ഇന്ന് എടുക്കണോ അടുത്ത ആഴ്ച എടുക്കണോ ഇന്ന് എടുക്കണോ അടുത്ത ആഴ്ച എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പയ്യന്മാർ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നോക്കി ഞങ്ങളും ഓരോന്ന് ഏതെടുക്കണം എന്നുള്ള രീതിക്ക് കൺഫ്യൂഷനായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ ഞാൻ ഗൈസ് ഒരു വഴിക്ക് പോയി. അപ്പം ഞാൻ അവൾക്ക് ബില്ലിൻ്റെ പേയ്മെൻറ്റും പൈസയും കാര്യങ്ങളും കൊടുത്തിട്ട് ഞാൻ വേറെ സെക്ഷനിൽ ഞാൻ ഡെക്കറേഷൻ സംഭവങ്ങളും കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാൻ വിചാരിച്ച് പോയതാണ്. അപ്പോൾ എ സി എൻ്റെ വകയായിട്ടാണ് ഞങ്ങൾക്ക് കല്യാണത്തിന് കൊടുക്കുന്നത്. അപ്പം അവളുടെ ബില്ലും കാര്യങ്ങളും കൊടുത്തിട്ട് ഞാൻ അത് ഇറങ്ങിപ്പോയി. പിന്നെ ഞങ്ങളെല്ലാം ബില്ലും കാര്യങ്ങളെല്ലാം സെറ്റിൽമെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ലുലു മോളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അകത്ത് മീൻസ് കണക്റ്റിൽ നിന്ന് ഇറങ്ങി താഴോട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ തിരക്കാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. താഴെ വന്നിട്ട് കണക്റ്റിൽ വലിയ തിരക്കില്ലായിരുന്നു. എന്നാലും നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും നീങ്ങാൻ പറ്റുന്ന ഒരു തിരക്കിലൊക്കെ ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിരുന്നു ഗൈസ് ഹൈപ്പർ മാർക്കറ്റിൽ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ അതിന് ശേഷം എനിക്ക് വിശന്ന് ഊപ്പാട് വന്നപ്പോഴത്തേക്കും ഞാനും അവളും കൂടെ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തു. കാരണം നമ്മളെന്തായാലും അവിടെ നിന്ന് ഫുള്ള് കംപ്ലീറ്റ് കഴിക്കത്തില്ല. ഞാനും അവൾ പാതി കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു നൂഡിൽസ് മേടിച്ച് കഴിച്ചു. എനിക്ക് ഞാൻ എടുക്കുന്നത് ഇത്രയും വലുതൊക്കെ എന്തിനീ. അങ്ങനെ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ നോക്കി ഞാൻ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു, പാൻറ്റൊക്കെ ഇട്ടു. അങ്ങനെ കുറച്ച് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. മിററൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കാതെ എങ്ങനെയാണ് പോകുന്ന ഗൈസ്. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചിതാ എസ്കലേറ്റർ ഇറങ്ങി ഞങ്ങളിതാ പോവാണ് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോഴാണ് ഗൈസ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ കയറിയത് 4 മണിക്കാണ് കണ്ടിട്ട് ഞങ്ങൾ കയറിയത്. ഇറങ്ങിയപ്പോൾ ഗൈസ് 9 മണിയായി ഗൈസ്. ഞങ്ങൾ അറിഞ്ഞില്ല സമയം പോയതൊന്നും. നമ്മൾ ഈ ടീഷർട്ടും കാര്യങ്ങളും നോക്കി ചുറ്റി പോയതൊന്നും നമ്മൾ അറിഞ്ഞില്ല സമയം പോയത്. നോക്കിയപ്പോഴത്തെ ഗൈസ് മുടിഞ്ഞ ബ്ലോക്കും അവിടെ പതുക്കെ ആമ എഴയുന്നതേ ഉള്ളൂ കാറും കാര്യങ്ങളൊക്കെ. പിന്നെ അവസാനം നമ്മളും അതിനകത്ത് കുടുങ്ങി ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഇതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ കാണിക്കാനാണ് വന്നത്. അപ്പം നമ്മുടെ ലുലു മോളിലെ ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്ക് ശേഷമാണ് കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും ഉള്ളത് നമ്മുടെ കണക്റ്റിലൊക്കെ ടിവിയുടെ ഇതൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ താറാവ് റോസ്റ്റും ദോശയൊക്കെ കഴിച്ച് അങ്ങ് അടങ്ങി മിണ്ടാതെ ഇരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.